ഓരോ ദിവസം കഴിയുന്തോറും കാലം മാറുകയാണ്, സാങ്കേതികവിദ്യയും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ മാത്രം എന്തുകൊണ്ട് മാറുന്നില്ല? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? കഴിയും. കോഴിക്കോട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ഷാജഹാൻ അങ്ങനെ ഒരു കലണ്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കാണാം. മനുഷ്യൻ്റെ ജീവിത രീതി എളുപ്പമാവാൻ മനുഷ്യൻ 2025 വർഷം മുമ്പ് കണ്ടെത്തിയ കലണ്ടർ സിസ്റ്റമാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. ആ കാലത്ത് ഒരു സ്കൂളോ വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ലോകത്ത് ഏതെങ്കിലും ഒരു വാഹനമോ ഒരു സൈക്കിളിൻ്റെ ടയർ പോലും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലുള്ള ഈ സിസ്റ്റമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടി ആളുണ്ടെങ്കിലും അവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ആയതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ജനിച്ച് വീഴുന്ന ആരായാലും പോലും ഇതാണ് ഇതിൻ്റെ ശരി എന്നുള്ളതിൽ ആ ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. 50,000 1,00,000 വർഷം മുമ്പൊക്കെ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഇത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 50,025 ആവുമായിരുന്നു. 50,000 വർഷം മുന്നെയാണ് ഇത് കണ്ടെത്തിയാൽ 50,025 ആവുമായിരുന്നു. അങ്ങനെ ഇതിന് ഒരുപാട് ന്യൂനതകളുണ്ട്, പോരായ്മകളുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു ബേസ് മാത്രമേ കലണ്ടറിലുള്ളൂ. 365 ദിവസം കൊണ്ടാണ് ഒരു വർഷമാവുന്നത്. അതിനൊരു ബേസ് ഉണ്ട്. എന്നാൽ 28, 29, 30, 31 അതിന് ഒരു കറക്റ്റ് ബേസ് ഒരാൾക്കും പറയാൻ പറ്റില്ല. പണ്ടത്തെ കലണ്ടർ 10 മാസം ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷം എന്ന് പറഞ്ഞത്. പിന്നെ അവർ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 2 മാസം കൂടി കുറവുണ്ട് എന്നുള്ളത്. 365 ദിവസമാണ്. അങ്ങനെ ഇവർ 2 മാസം കണ്ടെത്തിയിട്ട് ഫസ്റ്റിൽ കൊണ്ടുപോയിട്ട്, അതാണ് ജനുവരിയും ഫെബ്രുവരിയും ഫസ്റ്റിൽ എത്തി. അത് അവസാനം കണ്ടെത്തിയ മാസം ഫസ്റ്റ് കൊണ്ടുപോയിട്ട്, അതുകൊണ്ടാണ് ഫെബ്രുവരി 28 വന്നത്. എന്നാൽ ഒരു വർഷത്തിൽ 2 മാസം മാത്രം അടുപ്പിച്ച് 31 വരുന്നുണ്ട്. ജൂലൈ 31. ഇത് രണ്ടും അടുപ്പിച്ച് 31 വരാൻ കാരണം എന്താണെന്ന് കേട്ടാൽ വളരെ കൗതുകമായിരിക്കും. ജൂലൈ എന്നുള്ള ജൂലിയസ് സീസർ പേരിലാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ദിവസം കുറക്കണ്ടട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 31 ഇട്ട്. പിന്നെ അഗസ്റ്റിൻ വന്നപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു ഇന്ത്യയിൽ ദിവസം കുറക്കണ്ടട്ടോ, അങ്ങനെ അതിൽ 31 ഇട്ട്. അതല്ലാതെ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ബേസ് കാരണമില്ല. ഇപ്പം ഉള്ള എല്ലാവരും മാറി ചിന്തിക്കാനും പുതിയ സംഭവങ്ങൾ കണ്ടെത്താനും പുതിയ ആശയങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടാണ് ലോകം ഇത്രയും അഡ്വാൻസ് ആയത്. ഇന്ന് ലോകത്ത് ഏതൊരാൾ ഏതൊരു തൊഴിൽ ചെയ്യുന്നുണ്ടോ ആ ഒരു തൊഴിൽ 100 വർഷം മുന്നേ ഒരാൾ പോലും ചെയ്തിട്ടുണ്ടാവില്ല ഭൂമിയിൽ. എന്നുവെച്ചാൽ കാലം വളരെ അഡ്വാൻസ്ഡ് ആയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം പിടിച്ചിരിക്കുന്ന ക്യാമറ ആയാലും വീഡിയോ ആയാലും 100 വർഷം മുന്നത്തെ സിസ്റ്റം അല്ല. 50 വർഷം മുന്നത്തെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നില്ല. 30 വർഷം മുന്നത്തെ സിസ്റ്റം പോലും നമ്മൾ ഉപയോഗിക്കില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ് ഈ കലണ്ടറിൽ മാത്രം എന്തുകൊണ്ട് മാറ്റം മാറുന്നില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കലണ്ടർ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ലോക ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതാണ് നമ്മൾ പറയുന്നത്. സ്ട്രെസ് കുറയും, ഡിപ്രഷൻ കുറയും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ കണ്ടെത്തിയ കലണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 30 ദിവസം ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇത് പഴയ ഒരു ട്രാക്കായിരുന്നു 28, 29, 30, 31 എന്നുള്ളത്. ഇതിനൊരു പ്രത്യേക ഗുണമല്ല. എല്ലാ മാസവും 30 ആയാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഡേറ്റും ദിവസവും സാങ്കല്പിക സംഭവമാണ്. മനുഷ്യൻ സങ്കല്പിച്ചെടുക്കുകയാണ്. ഇന്ന് വെനസ്ഡേ ആവാൻ കാരണം ഇന്നലെ ട്യൂസ്ഡേ ആയതുകൊണ്ടാണ്, നാളെ തേഴ്സ്ഡേ ആവാൻ കാരണം ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട്. ആ ഒരു ലോജിക്കിൽ ഇങ്ങനെ ഓടിപ്പോയത് കൊണ്ട്. അല്ലാതെ ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടൊരു ഫ്രീക്വൻസിയോ ഒരു വേവ് ലെങ്തോ അല്ലാതെ വേറെ ഒരു ലോകത്തൊരു ഉപകരണത്തിന് കണ്ടെത്താൻ പറ്റില്ല ഇന്നേതാ ദിവസം എന്നുള്ളത്. ഈ കലണ്ടർ ഓരോ വർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് റിപ്പീറ്റാണ്. എല്ലാ വർഷവും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ വർഷവും ജനുവരി 1 തിങ്കളാണ്. ഒരു സ്കൂളൊന്ന് തുറക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം. നമ്മളെ കലണ്ടർ പ്രകാരം ജൂൺ 1 മുതൽ ജൂൺ 1 തീയതി സ്കൂൾ തുറക്കും. അന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നൊരു കോടതിയിൽ നിന്ന് ഒരു ജഡ്ജാണെങ്കിൽ എത്ര വട്ടം കലണ്ടറോ ഡയറിയോ മറിച്ച് നോക്കണം. കേസ് നീട്ടിക്കുമ്പോൾ ഏതെങ്കിലും ഡേറ്റ് പറയാൻ പറ്റില്ല. സൺഡേ വരും. നമ്മളെ കലണ്ടർ പ്രകാരം ആർക്കായാലും 10 തീയതി 20 തീയതി 30 തീയതി എന്നിങ്ങനെ ധൈര്യമായിട്ട് പറയാം. കാരണം 7, 14, 21, 28 മാത്രമേ സൺഡേ വരുള്ളൂ. പിന്നെ എല്ലാ മാസവും 29, 30 നമ്മൾ നീല കളറിൽ കൊടുക്കാൻ കാരണം ഈ ഒരു 2 ദിവസം മന്ത് എൻഡ് ആയിട്ടാണ് വരിക, മാസാവസാനം. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുടുംബത്തോടൊപ്പം അല്ലെ നമ്മളെ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിനു വേണ്ടി നമുക്ക് പ്രത്യേകം ദിവസം ഉണ്ടാവും. ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം ഒരു വർഷം എന്ന് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല, ഒരു മാസം എന്ന് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല, ഒരു സെക്കൻഡ് സാറ്റർഡേ ഓഫാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സെക്കൻഡ് സാറ്റർഡേ ഏത് ഡേറ്റിന് വരും എന്ന് പറയാൻ പറ്റില്ല. ലോകത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ അത് 2 or 3 വർഷം കൊണ്ട് ഏത് ദിവസം എന്ന് മനുഷ്യൻ മറന്നു പോകും. അത് മറവിലേക്കുള്ള ടെൻഡൻസിയാണ് കൂട്ടുക. നമ്മളെ കലണ്ടർ പ്രകാരം ലോകത്ത് എന്ത് ഇൻസിഡൻറ്റ് സംഭവിച്ചാലും അത് എത്ര വർഷം കഴിഞ്ഞാലും ആ ദിവസം തന്നെ ആയിരിക്കും. ഫ്രൈഡേയിൽ ജനിച്ച ഒരാൾ എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫ്രൈഡേ തന്നെ വരുള്ളൂ. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം വെള്ളിയാഴ്ചയാണ്, പക്ഷേ അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അറിയുള്ളൂ. നമ്മൾ സ്വാതന്ത്ര്യദിനം എല്ലാ മാസവും 3ാമത്തെ വെള്ളിയാഴ്ചയാണ് ആഘോഷിച്ച് പോന്നിരുന്നെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം എന്ന് വെച്ചാൽ അത് 3ാമത്തെ വെള്ളിയാഴ്ച എന്നേ പറയുള്ളൂ. ഓഗസ്റ്റ് 15 എന്നുള്ളത് മനുഷ്യൻ മറന്നു പോകും ഓട്ടോമാറ്റിക്. പക്ഷേ നമ്മൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് അത് ശീലമായി, അതുകൊണ്ട് ആ ദിവസം മറന്നുപോയി. നമ്മളത് ഇത് രണ്ടും ഒരേ ട്രാക്കിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഡേറ്റിനും മനുഷ്യൻ വില കൽപ്പിക്കുന്നുണ്ട്, ദിവസത്തിനും വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഡേറ്റും ദിവസവും ഇപ്പോഴത്തെ കലണ്ടർ പറയാൻ 2 ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈം ടേബിളാണ്. അടുത്തൊരു വർഷം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഈ ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മളെ വീട്ടിൽ 12 പേജുള്ളൊരു സാധനം കൊണ്ടുപോയി തൂക്കി. ഈ ഒരു സാധനം തന്നെ എല്ലാവരുടെ വീട്ടിലും കൊണ്ടുപോയി തൂക്കി. ഈ ഒരു സാധനം തന്നെ എല്ലാ ഓഫീസിലും സർക്കാർ ഓഫീസിലൊക്കെ തൂക്കി. അപ്പം ഇതിൻ്റെ ശരിയായി. എന്നിട്ട് നമ്മൾ ഇത് മറിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ജീവിതങ്ങൾ പ്ലാൻ ചെയ്യണേ. ഈ ഒരു സംഭവം ഇല്ലാതായി വന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആവും. എല്ലാം കൊണ്ടും ഇപ്പോൾ 2G ആണെങ്കിൽ 5G ലെവലിലെത്തിയ പോലെ ഉണ്ടാവും.
ആവും. സ്മാർട്ട് ഫോണും നോക്കിയ 11ൻ്റെ സെറ്റും പോലെയുള്ള അത്രയും അഡ്വാൻസ്ഡ് ആവും നമ്മൾ ഗ്യാരണ്ടി പറയാണ്. എവരെ മുന്നിൽ നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കും. അതിൽ സാറിൻ്റെ ഈ കലണ്ടർ ഒറ്റ തവണ വാങ്ങിയാൽ മതി. ഓരോ വർഷം കഴിയുന്തോറും ഓരോ കലണ്ടർ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു വർഷം വാങ്ങി ഈ ഡേറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കലണ്ടറിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ ഓരോ വർഷം കലണ്ടർ വാങ്ങി തൂക്കേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളാണ്. കാരണം എല്ലാ മാസവും 1-ാം തീയതി വരുന്നത് തിങ്കളാഴ്ച തന്നെയായിരിക്കും. അത് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ലളിതവൽക്കരിച്ച സിമ്പിളാക്കിയ കലണ്ടറാണ്. അതായത് ഡേറ്റും ആഴ്ചയും മാറില്ല, രണ്ട് ട്രാക്കിൽ പോകില്ല എന്നാണ് സാറ് പറയുന്നത്. കൃത്യമായിരിക്കും. അതുകൊണ്ട് കലണ്ടറിൻ്റെ ആവശ്യം വരില്ല. ഇതൊന്ന് ട്രാക്കിൽ കൊണ്ടുവന്നാൽ, മനസ്സിൽ കൊണ്ടുവന്നാൽ പിന്നെ കലണ്ടറിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്നു. സാർ അങ്ങനെ മാറി ചിന്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കലണ്ടർ കണ്ടുപിടിക്കാൻ സാധിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ഇനി മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടർ മാറ്റി ഷാജാൻ സാറിൻ്റെ കലണ്ടർ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.